അദ്ദേഹമാണ് കിണവൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. മുമ്പ് പലതവണ നഗരസഭയെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ശ്രീ ഡി അനിൽകുമാറാണ് പേട്ട വാർഡിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു 2015-20 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ നീതു രഘുവരൻ, അവർ പാങ്ങപ്പാറയിൽ മത്സരിക്കുന്ന നീതു രഘുവരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അതുപോലെ കൊടപ്പനക്കുന്നിൽ മത്സരിക്കുന്ന ശ്രീമതി അനിത, അവർ മുൻ കൗൺസിലിൽ അംഗമായിരുന്നു. അവർ മത്സരിക്കുന്നത് വനിതകൾക്കുള്ള ജനറൽ സീറ്റിലാണ് അനിത. അത് മുമ്പും അങ്ങനെ 2015-20 അവർ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്ത ജനറൽ സീറ്റിൽ തന്നെയാണ് അന്നും മത്സരിച്ചിരുന്നത്. ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയായ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷാണ് മുട്ടടയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. മുൻ കൗൺസിലുണ്ടായിരുന്ന ശ്രീമതി ത്രേസ്യമ്മ തോമസ് നാലാഞ്ചിറ, ഇപ്പോഴത്തെ സിറ്റിംഗ് മെമ്പറായിട്ട് മേരി പുഷ്പം, DCCയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ, ഇത്രയും പേരാണ് അവർ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത്. അതുപോലെ വഴുതക്കാട് മത്സരിക്കുന്ന നീതു, ആ കുട്ടിയും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്രയും പ്രമുഖരായാണ് ഈ ലിസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള ലിസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ, അതായത് ഘടകകക്ഷികളുമായിട്ടുള്ള ചില സീറ്റുകൾ പൂർത്തീകരിക്കാനുണ്ട്. അതിൽ CMP അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗങ്ങളുടെ ചർച്ചയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSPയുടെ ഒരു സീറ്റിൻ്റെയും കൂടെ ഫൈനലൈസ് ചെയ്യാനുണ്ട്. മറ്റെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ UDF ഒരുമിച്ച് തന്നെ ഈ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. നഗരസഭ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നാളെ ആരംഭിക്കുന്ന ഈ യാത്ര ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്ക് തിരുവല്ല ജംഗ്ഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട K മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള യാത്ര ഈ ജില്ലയിൽ 9 ദിവസമാണ്, നഗരത്തിൽ 9 ദിവസമാണ് പര്യടനം നടത്തുന്നത്. 101 വാർഡുകളിലും ആ യാത്ര എത്തുന്നതാണ്. 101 വാർഡുകളിലും നല്ല പൊതുയോഗമാണ് സംഘടിപ്പിക്കുന്നത്. സമാപന സമ്മേളനവും അതുപോലെ വൻ വിജയമായി തീരും. മേയർ സ്ഥാനാർത്ഥി അങ്ങനെ പ്രത്യേകിച്ച് പറയാറില്ല. എങ്കിലും ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ ജോസഫ് ഉണ്ട്. അതുപോലെ മുൻ MLA ശബരിനാഥ് ഒക്കെ നേതൃത്വത്തിലാണ് ഈ പാനൽ ഞങ്ങൾ നീങ്ങുന്നത്. പേരുകൾ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം. വാർഡ് നമ്പർ 1 കഴക്കൂട്ടം MS അനിൽകുമാർ. വാർഡ് DCC ജനറൽ സെക്രട്ടറിയാണ്. വാർഡ് നമ്പർ 4 കാട്ടായിക്കോണം A സുചിത്ര. പൗടിക്കോണം 6 നമ്പർ പൗടിക്കോണം വാർഡ് ഗാന്ധി സുരേഷ്. 7 നമ്പർ ചെങ്കോട്ടുകോണം വാർഡ് VI സരിത. 9 കാര്യവട്ടം ജയന്തി. 10 പാങ്ങപ്പാറ നീതു രഘുവരൻ, അത് ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി. പാതിരപ്പള്ളി SP സജി കുമാർ. അമ്പലമുക്ക് അഖില, ആ കുട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. കൊടപ്പനക്കുന്ന് S അനിത, മുൻപ് വനിതാ ജനറൽ വാർഡിൽ മത്സരിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയുമാണ്. നെട്ടയം ആശ മുരളി. കാച്ചാണി SB രാജി, ഈ കുട്ടി നമ്മുടെ കഴിഞ്ഞ 266 ദിവസം നടന്ന ആശാസമരത്തിൽ പങ്കെടുത്ത ആശാപ്രവർത്തക കൂടിയാണ് SB രാജി. വാഴോട്ടുകോണം വാർഡ് P സദാനന്ദൻ.
കൊടുങ്ങാനൂർ എസ് രാധാകൃഷ്ണൻ നായർ, വട്ടിയൂർക്കാവ് ഉദയകുമാർ എസ്, കാഞ്ഞിരമ്പാറ എസ് രവീന്ദ്രൻ നായർ, പേരൂർക്കട ജി മോഹനൻ, കവടിയാർ കെ എസ് ശബരിനാഥ്, മുട്ടട വൈഷ്ണ സുരേഷ്. ഈ കുട്ടിയാണ് ഗവേഷണ വിദ്യാർത്ഥി കൂടിയാണ്, KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്.